അച്ഛൻ, ഞാൻ അച്ഛനോടാ ചോദിക്കുന്നേ. അച്ഛന്റെ കൂടെ ഞാനുണ്ട്. പക്ഷെ കൂടെ ഇരിക്കുന്ന കുട്ടി ആരാണ്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് അടുത്ത വീട്ടിലുള്ള കുഞ്ഞിന്റെ ഫോട്ടോയാ. മുത്തശ്ശന് കള്ളം പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കവിടെ. അച്ഛാ, ഞാൻ അച്ഛനോടാ ചോദിക്കുന്നേ. ആ ഫോട്ടോയിൽ കാണുന്ന മറ്റേ കൊച്ചാരാണ്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നേരെ ഒരുപാടായി, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ കൊച്ചാരാന്ന് പറഞ്ഞാലേ ഞാൻ വന്ന് ഭക്ഷണം കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. കവിൻ മോനെ, ഇത് നമുക്ക് പിന്നെ സംസാരിച്ച പോരെ? ഇപ്പൊ എന്തിനാ വാശി പിടിക്കുന്നേ? വാ, നമുക്ക് കഴിക്കാം. അച്ഛമ്മേ, നിങ്ങൾ ആരും വിഷയത്തിൽ ഇടപെടണ്ട. അച്ഛൻ്റെ കൂടെ ഞാനുള്ളത് ഓക്കെ, പിന്നെ വേറൊരു കൊച്ചും കൂടി ഇല്ലേ? അത് ആരാണ്? അപ്പൊ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നല്ലേ? വിക്രം മോനെ, കവിമോൻ ചോദിച്ചത് കേട്ടില്ലേ നീ? മറുപടി പറയടാ. മുത്തശ്ശി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? കുട്ടികളാകുമ്പോ കുട്ടികളുടെ രീതിയിൽ സംസാരിക്കാവൂ. അനാവശ്യമായിട്ട് സംസാരിച്ചോണ്ടോ? വിക്രം, ഭക്ഷണം കഴിക്കാൻ വിളിച്ച വന്നോണം, കഴിച്ചോണം. അതിനുശേഷം എന്തും സംസാരിക്കാം. വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. അച്ഛാ, ഞാൻ അച്ഛനെ എന്ത് ദേഷ്യപ്പെടുത്തിന്നാ? ഞാനിത് ആരാന്ന് ചോദിക്കുമ്പോ അത് പറയാതെ അച്ഛനല്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നേ. ഇപ്പൊ പറയുന്നോ ഇല്ലയോ? ആയിരിക്കട്ടെ, എന്താ നിന്റെ പ്രശ്നം? അതാരാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഒറ്റെണ്ണം തന്നോണ്ടല്ലോ. വെറുതെ വാശി പിടിച്ച് ഓരോന്ന് സംസാരിക്കുന്നു. വരേക്ക് ഭക്ഷണം കഴിക്കാൻ പാടാ, വാങ്ങോട്ട്. അയ്യോ, അയ്യോ മോനെ, കവിൻ, കവിൻ മോനെ. എന്ത് വിക്രം, നിന്റെ പഴയ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ ഇത്രയും ദേഷ്യം പിടിക്കുന്നത്? പാവല്ലേ കവിൻ. ആ ഫോട്ടോ അവന്റെ കണ്ണിൽ പെട്ടുപോയി. അത് കണ്ടിട്ട് ന്യായമായ കാര്യങ്ങളല്ലേ അവൻ ചോദിച്ചത്. അതിനിങ്ങനെ ഹാർഷായി പെരുമാറേണ്ട കാര്യമുണ്ടോ? നീ പോയി അവനെ സമാധാനിപ്പിക്കും. ഇവിടെ നോക്ക്, അച്ഛൻ എന്നടാ പറയുന്നത്. കരയാതെ ഇവിടെ നോക്ക്. ശരി, പോട്ടെ. കവിൻ, നോക്കടാ മോനെ. കരയാതെടാ, ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ? അതുകൊണ്ടാ ഞാൻ നിനക്ക് നേരെ കൈ ഓങ്ങിയത്. സോറിടാ, ഇനി മേലിൽ അങ്ങനെ ചെയ്യില്ല. കരയില്ല മോനെ. എന്തൊരു അഭിനയാടാ നിന്റെ. എന്റെ കവിമോനെ കമലഹാസനേക്കാളും മിടുക്കം തന്നെയാ. പെട്ടെന്നല്ലേ പെർഫോമൻസ് മാറ്റിയത്. കവിൻ, അപ്പൊ നീ ശരിക്കും കരഞ്ഞതല്ലേ? ഇല്ല അച്ഛമ്മേ, അച്ഛനോർത്ത് ടെൻഷൻ അടിപ്പിക്കാനിട്ട പ്ലാൻ അല്ലേ? ഭയങ്കര അഭിനയം തന്നെയാടാ. ഓ, ഞാൻ സത്യത്തിൽ നീ കരയാന്ന് കരുതി പേടിച്ചിരിക്കായിരുന്നു. അടിക്കാൻ കയ്യോങ്ങിയില്ലേ? അടിച്ചിരുന്നെങ്കിലേ അഭിനയിക്കുമ്പോഴേ കരയത്തുള്ളൂ, കയ്യോങ്ങിയാലൊന്നും കരയത്തില്ല. കവിമോനെ, അന്നില മോളുടെ അമ്മ ഒരിക്കലേ നിന്നെ അടിക്കാൻ കയ്യോങ്ങിന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? മറന്നുപോയല്ലേ? മുത്തശ്ശി,
മുത്തശ്ശി ഒരുപാട് പഴയതായതുകൊണ്ടാ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മിണ്ടാതിരിക്കും. അച്ഛാ അതൊക്കെ വിട്ടേക്ക്. ആ ഫോട്ടോയിൽ കാണുന്ന മറ്റേ കൊച്ച് ആരാന്ന് എനിക്ക് അറിയേണ്ടത്. അതാണ് എന്റെ ചോദ്യം. വിക്രം, ഇനിയും നീ പറയാൻ മടിച്ച കവിൻ ശരിക്കും കരഞ്ഞു പോവും. അതുകൊണ്ട് നീ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറ. ശരിയമ്മ, ഞാൻ പറയാം. അതിലുള്ള മറ്റൊരു കുട്ടി ആരാണെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. അതെ അച്ഛാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്റെ അച്ഛന് ഞാൻ മാത്രമായിരിക്കണം ഏറ്റവും സ്പെഷ്യല്. അതാരാണെന്ന് അറിയത്തില്ല. എന്തിനാ അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നേ? അതുകൊണ്ടാ ചോദിക്കുന്നത്. പറ അച്ഛാ, മറ്റേ കൊച്ചാരാ? അത് വേറെ ആരുമില്ലടാ, നിന്റെ സ്വന്തം അനിയത്തിയ. എന്താ അച്ഛാ പറഞ്ഞേ? എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ടെന്നോ? എവിടെ? എന്റെ അനിയത്തി എവിടെ? ഇത്രയും നാൾ എന്താ അച്ഛൻ എന്നോട് പറയാണ്ടിരുന്നേ? പറയാതിരുന്നല്ലടാ, പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. നീയും നിന്റെ ആ അനിയത്തിയും ട്വിൻസാടാ. ട്വിൻസോ? ഒരേപോലെ രണ്ടുപേരുണ്ടാവാറില്ലേ? അതാണോ? കൊളംബസ് കൊളംബസ് പാട്ടില് ആക്ടർ പ്രശാന്ത് ഇല്ലേ, അതുപോലെയാണോ? അത് ഐഡന്റിക്കൽ ട്വിൻസാടാ, ഒരേപോലെ രണ്ടുപേരും ജനിക്കുന്നത്. എന്നാൽ നീയും നിന്റെ അനുജത്തിയും രൂപസാദൃശ്യത്തിൽ ഒരുപോലെയല്ല. എന്നാ ഇപ്പൊ നിന്റെ അനുജത്തി ഇല്ല. ഇല്ലെന്ന് പറഞ്ഞ എവിടെ പോയി അച്ഛാ? വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ? എന്റെ അനിയത്തി എനിക്ക് കാണണമെന്നുണ്ട്. ഇല്ലടാ, നിന്റെ അനുജത്തി വേറെ ഒരു നാട്ടിലും ഇല്ല. അച്ഛ എന്തായി പറയുന്നേ? നമ്മുടെ വീട്ടിലും ഇല്ല, നമ്മുടെ നാട്ടിലും ഇല്ല, വേറെ നാട്ടിലും ഇല്ലെന്ന് പറഞ്ഞ അപ്പൊ എവിടെ? അച്ഛ എന്താ അച്ഛാ? അച്ഛനെന്തിനാ കരയുന്നേ? പറയച്ചാ, എന്റെ അനിയത്തിക്കുട്ടി എവിടെ? കവിൻ, നിന്റെ അമ്മയെ ദൈവം എങ്ങനെയാണോ കൊണ്ടുപോയത് അതുപോലെ